എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നടക്കുമ്പോ വേറെ Good afternoon all. Good afternoon. Classes start ചെയ്യുകയാണ്. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ, മഴയാണ് എല്ലായിടത്തും. ഇതാണോ സ്ട്രെങ്ത്? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാബിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോർഡാണ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് മാനദണ്ഡങ്ങളെയൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത് അല്ലെ. അപ്പോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽസ് ഇൻടു 2 മെയിൻ ഡിവിഷൻസ് അല്ലെ. ലാബ് ഹോസ്പിറ്റലിന് 2 ഡിവിഷൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. SHCO, സ്മോൾ ഹെൽത്ത് കെയർ, ചെറിയൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അവിടെ പറയുന്നത് വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ കുറവുള്ള ഹോസ്പിറ്റലുകൾ, അതാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, അതായത് 50 ബെഡ്സിൽ മുകളിൽ ഉള്ളത്, അതാണ് നമ്മൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. SHCO, സ്മോൾ ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും. ഓക്കെ, then next നോക്കാം. NAB standard for hospitals is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration area. The accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. അല്ലെ. അപ്പോ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു സാങ്കേതിക ഒരു സമിതിയാണ് അല്ലെ, ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്, ഒരു സാങ്കേതിക സമിതിയാണ്. ദെൻ അത് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ എസ്റ്റീംഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം, നഴ്സിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു
സാങ്കേതിക കമ്മിറ്റിയാണ് നാബ് എന്ന് പറയുന്നത്. Then the accreditation standard considers the needs of various laws and regulations and guidelines laid down by the government from time to time. അല്ലെ, അതായത് അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങള് ഗവൺമെന്റ് എന്ത് ചെയ്യും, ടൈം ടു ടൈം കാലാകാലങ്ങളിൽ ആ മാനദണ്ഡങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അതിന്റെ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. ഓക്കെ, ജസ്റ്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ നാബിന്റെ ഒരു ഗൈഡ് ലൈൻ ബുക്കിനെ കുറിച്ചാണ്. അതായത് ഇപ്പൊ നമ്മൾ ഗൈഡൊക്കെ വാങ്ങിക്കുക, ഇപ്പൊ PSC മറ്റും പഠിക്കാനൊക്കെ നിങ്ങൾ വലിയ ഗൈഡൊക്കെ വാങ്ങിക്കും. എല്ലാ സബ്ജക്റ്റും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഗൈഡ് കണ്ടിട്ടില്ലേ, അത്യാവശ്യം വലിയ ഗൈഡ്, അതിലെല്ലാ സീക്വൻസ് ആയിട്ടും ഉണ്ടാകും അല്ലെ, മീൻസ് എല്ലാ നോർമലി ഇൻക്ലൂഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ അതിലുണ്ടാകും. അപ്പോ ഇവിടെയും നമുക്ക് ഈ നാബിന്റെ മാനദണ്ഡങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ട്, നാബ് ഗൈഡ്. നാബിന്റെ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൈഡ് ഉണ്ട്. അപ്പോ ഗൈഡില് അത് കൃത്യമായിട്ടും ഇത്ര ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകളും നമ്മൾ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നിയമങ്ങളൊക്കെ, ലോവിന്റെ ഒക്കെ ബുക്കുകൾ, അതുപോലെ തന്നെയുള്ള ഒരു ഗൈഡാണ് നാബിന്റെ ഗൈഡ്. അപ്പൊ അതിൽ കൃത്യമായിട്ടും ഓരോ എലമെന്റ്സ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ നമ്പേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിന് ഇത് വായിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങളോട് ഞാൻ പറയാറ് എങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് എണ്ണം മാത്രം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോ നാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാബിന്റെ ഒരു ഗൈഡ് ബുക്കാണ്. അതിലുള്ള ഇത്ര ചാപ്റ്ററുകളും അതുപോലെ തന്നെ എന്തെല്ലാമാണ് നമ്മൾ ക്വാളിറ്റി നോക്കില്ലേ അതിനുള്ള മാനദണ്ഡങ്ങൾ മെഷർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ ഈ ഒരു നാബിന്റെ ഗൈഡ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ടോട്ടലി പറയുന്നത് 10 ചാപ്റ്റർ ആണ് അതിലുള്ളത്. 10 ചാപ്റ്ററുകളാണ് ഈ നാബിന്റെ ഗൈഡ് ബുക്കിൽ ഉള്ളത്. Then 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റ് എലമെന്റ്സ് അല്ലെ. അപ്പോ 10 ചാപ്റ്റർ ആണ് ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ 651 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അതായത് അതില് എലമെന്റ്സ് ഉദ്ദേശിക്കുന്നത് മാനദണ്ഡങ്ങൾ അല്ലെ. നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ടോട്ടൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. ദെൻ അതില് 102 ഉണ്ടോ, 102 കോർ കാറ്റഗറി ഉണ്ട്. 102 കോർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്തും ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തുന്ന ഘടകങ്ങൾ, അതായത് ഇപ്പോ നഴ്സസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടെ വിലയിരുത്തുന്ന ഘടകങ്ങള്, ദെൻ ഹോസ്പിറ്റൽ മറ്റ് ക്ലീൻനെസ്സും അങ്ങനെയുള്ള ഓരോ ഏരിയകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കോർ ഏരിയകൾ ഉണ്ടാവില്ലേ, ആ ഏരിയകളെ വിലയിരുത്തുന്നതാണ് 102 കാറ്റഗറിയാണ് ആ ഓരോ സെപ്പറേറ്റ് ഏരിയനെ വിലയിരുത്തുന്നത് കോർ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ 459 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അന്തിമ മൂല്യനിർണ്ണയത്തിനൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ഒക്കെ ചെയ്തൊക്കെ നോക്കൂലേ. അപ്പോ ലാസ്റ്റ് അസസ്മെന്റിന് വേണ്ടി അന്തിമ മൂല്യനിർണ്ണയത്തിൽ വിലയിരുത്തുന്നതാണ് 459 കാറ്റഗറിയിൽ വരുന്ന മീൻസ് ഈ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോരോ കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരുന്നോ റിനാമിക്സിന്റെ ക്ലാസ്സില് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ നമ്മള്. അങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പിന്നെ വരുന്നത് 60 അച്ചീവ്മെന്റ് കാറ്റഗറി. 60 അച്ചീവ്മെന്റ് കാറ്റഗറി ഉണ്ട്. അച്ചീവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്, നിരീക്ഷണ മൂല്യനിർണ്ണയത്തിനായിട്ട്. Then 30 എക്സലൻസ് കാറ്റഗറി which will be assessed during re-accreditation അല്ലെ. പുനരക്രഡിറ്റേഷൻ, പുനർമൂല്യനിർണ്ണയം, റിവാലുവേഷൻ കൊടുക്കുന്ന അറിയില്ല നമ്മള്, വീണ്ടും ഒന്നും കൂടി നോക്കാനൊക്കെ വേണ്ടിയിട്ട് 30 എക്സലന്റ് കാറ്റഗറി, 30 എലമെന്റ്സ് ആണ് വീണ്ടും നമ്മൾ ഒന്നും കൂടി റിവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടല് നമ്മൾ ഇത്രയും മീൻസ് 10 ചാപ്റ്ററുകൾ, ദെൻ ടോട്ടലി 651 പറയുന്നത്. അതില് 102 എണ്ണം കോർ കാറ്റഗറിയില്, ദെൻ 459 കമ്മിറ്റഡ് കാറ്റഗറി, 60 എണ്ണം വരുന്നത് അച്ചീവ്മെന്റില്, ദെൻ ലാസ്റ്റ് 30 എക്സലന്റ് കാറ്റഗറി. ഓക്കെ, ജസ്റ്റ് എത്രയും ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നമ്പേഴ്സ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്യണമെന്ന് ലാസ്റ്റ് ആണ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് നമ്പറുകൾ എത്ര കാറ്റഗറി, ഓരോ കാറ്റഗറിയിലും എത്ര നമ്പേഴ്സ്, എത്ര എണ്ണം വരുന്നു എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഷോർട്ട് ആക്കി നമുക്ക് എഴുതാം. ലാസ്റ്റ് വരെ ഒന്ന് എഴുതി തരാം. ഓക്കെ, പോരെ? ലാസ്റ്റ് ക്ലാസ്സിന് ശേഷം നമുക്ക് എഴുതിയാൽ മതിയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം.
നാബ് സ്റ്റാൻഡേർഡ്സ്. ഇത് നമ്മൾ നോക്കുന്നത് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോ സ്റ്റാൻഡേർഡ്സിൽ ഒത്തിരി സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അപ്പോ അതില് ഫസ്റ്റ് വൺ പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, പേഷ്യൻസിന് ബാധകമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ദെൻ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മീൻസ് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ വലിയ കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒന്ന് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ. അപ്പൊ ജസ്റ്റ് ഞാൻ വായിച്ചു പോകുന്നുള്ളൂ. എടുത്തതാണല്ലോ, ഓക്കെ ആണോ? മീൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ 32 ഒക്കെ ഓൾറെഡി മറ്റേ നമ്മുടെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. നോക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. ഇതെല്ലാം എക്സ്പാൻഡഡ് ഫോമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കണ്ടോ. 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡിൽ 5 സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡിലും 5 സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട്. അപ്പൊ അത് ഈ 10 എണ്ണത്തിൽ ഇപ്പൊ തന്നെ എക്സ്പാൻഡഡ് ഫോം നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ, കാരണം എക്സാമിന് ചോദിക്കും. ഓക്കെ, AAC ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി അല്ലെ. പരിചരണത്തിന്റെ ഒരു പ്രവേശനം അല്ലെങ്കിൽ അതിന്റെ വിലയിരുത്തൽ, അതിന്റെ തുടർച്ച. കെയർ ഓഫ് പേഷ്യന്റ്, COP, കെയർ ഓഫ് പേഷ്യന്റ്. Then management of medication, MOM. Patient right and education, PRE. Then hospital infection control, HIC. അപ്പൊ ഇത്രയുമാണ് പേഷ്യന്റിന്റെ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. Then next organization centered standards എന്തൊക്കെയാ വരുന്നത് നോക്കാം. Patient safety and quality improvement, PSQ. ഫുൾ ഫോം ആണ് കേട്ടോ, അത് പ്രത്യേകം പഠിക്കണേ നിങ്ങള്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. Then facility management and safety, FMS. Human resource management, HRM അറിയാലോ, കോമൺ ആയിട്ട് നമ്മള് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന 10 സ്റ്റാൻഡേർഡുകൾ, 5 എണ്ണം പേഷ്യന്റ് സെൻട്രിക്കും, ദെൻ ബാക്കി ഓർഗനൈസേഷനിൽ 5 എണ്ണം വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തു പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ആ പേരുകൾ മാത്രം, മീൻസ് ഫുൾ ഫോമുകളാണ് അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ലാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. ഇനി ലാബിന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മാനുവൽസ് ആണ് അല്ലെ. മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യൂസർ മാനുവൽ എന്ന് പറയും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടും. നമ്മള് എക്യുപ്മെന്റിന്റെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ഓർക്കുന്നുണ്ടോ? എക്യുപ്മെന്റ്സിന്റെ ചാപ്റ്റർ എടുത്തപ്പോഴേ യൂസർ മാനുവലിന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം അതെങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റിക്കുള്ളത്, അതിന്റെ സുരക്ഷയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പറയുന്ന ഒരു മാനുവൽ. ഓക്കെ, അപ്പൊ മാനുവൽ നോക്കാം. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. 3 മാനുവൽ, ക്വാളിറ്റിയുടെയും സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. അണ്ടർലൈൻ ചെയ്യാട്ടോ ഏതൊക്കെയാണ് മാനുവൽസ്. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year. അല്ലെ, ഓരോ വർഷത്തിലും ഇതിന് നമ്മൾ ഈ 3 മാനുവലും, ക്വാളിറ്റിയുടെയും സേഫ്റ്റിയുടെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും 3 മാനുവലും ഓരോ വർഷം കൂടുന്തോറും എന്ത് ചെയ്യണം? അതിന് വിലയിരുത്തുകയും വേണം, അതിനൊന്ന് മീൻസ് വിലയിരുത്തുകയും വേണം, ഒന്ന് പരിഷ്കരിക്കണമെന്ന്. അതായത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തണം. ഓക്കെ, 3 എണ്ണം ഏതൊക്കെയാണ്? 3 എണ്ണം എന്ന് ഓർത്തിരിക്കുക. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് കമ്മിറ്റീസ്. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന കമ്മിറ്റികൾ ഏതൊക്കെയാണ് അല്ലെ. ഒട്ടനവധി ആയിട്ടുള്ള കമ്മിറ്റികൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അപ്പോ മെയിൻലി ഇവിടെ നമ്മളോട് 8 കമ്മിറ്റികളാണ് പറയുന്നത്. നമുക്ക് 8 കമ്മിറ്റികൾ നോക്കിയാൽ മതി. നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ദെൻ ക്വാളിറ്റി സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്റ്റിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി. എന്ത് കോഡ് ബ്ലൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്? കോഡ് ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാ അറിയാമോ? ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആയോ ചാപ്റ്റർ? ഡിസാസ്റ്റർ എടുത്തോണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയോ? എടുത്തിട്ടില്ല, മീൻസ് ഓൺ ദ വേ ആണോ? എടുത്തോണ്ടിരിക്കുകയാണോ? റണ്ണിങ് ആണോ? ഓക്കെ, ടേബിൾ എത്തിയോ? ടേബിള് മീൻസ് കളർ കോഡുകൾ എടുത്തായിരുന്നോ? എത്തിയിട്ടില്ലാവില്ല അല്ലെ. ഓക്കെ, കളർ കോഡ് അതിൽ പഠിക്കാനുണ്ട്. അത് എടുത്തെങ്കിൽ നിങ്ങളോട് ചോദിക്കാലോ.
അപ്പോ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കാർഡിയാക് അറസ്റ്റ് മീൻസ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആ ഒരു ഏരിയയില് അതിന്റെ ഒരു കമ്മിറ്റിയാണ് കേട്ടോ കോഡ് ബ്ലൂ. നിങ്ങൾ അതിൽ കോഡുകൾ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല, പഠിക്കും. Then medical record review committee, disciplinary and grievance handling committee. Grievance എന്ന് വെച്ചാൽ എന്താ? ഗ്രീവനസ് മീൻസ് എന്താ? പരാതി പരിഹരിക്കല്, അതിന്റെ കംപ്ലൈൻസുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി, അതായത് അകത്തുള്ള എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാഫുകളും മറ്റ് ഹോസ്പിറ്റലിനുള്ളിലുള്ള ടീമുകളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി. ഓക്കെ, അങ്ങനെ ടോട്ടൽ 8 കമ്മിറ്റികളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റലിനുള്ളിൽ, ഡോക്യുമെന്റ്സില. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, കമ്മിറ്റികൾ പഠിക്കണം. 8 എണ്ണമല്ലേ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്നും മാനുവല് 3 മാനുവൽ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ദെൻ നമ്മള് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞില്ലേ, 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡും ദെൻ ഓർഗനൈസേഷൻ സെന്റേർഡും. ഇത് എക്സ്പാൻഡഡ് ഫോം ആണ് എക്സാമിന് ചോദിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും ചോദിക്കാറ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം എന്തൊക്കെയാണെന്ന്. എക്സ്പാൻഡഡ് ഫോം രീതിയിലും ചോദിക്കാം, മറ്റേതെങ്കിലും കൂടുതലും എക്സ്പാൻഡഡ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ അത്, അല്ലെ? ഒന്ന് വായിച്ചു നോക്കാം. ഇവിടുത്തെ എത്രയും ഒന്ന് വായിച്ചേ. ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തില്ലേ, നാബ് തുടങ്ങി ദെൻ 8 കമ്മിറ്റികൾ വരെ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്ക് ചെയ്യുക. അത് കുറച്ച് സ്ട്രെസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇത് കൂടുതലായിട്ട് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റാത്തൊരു ചാപ്റ്റർ ആണ്, അല്ലെ? അതായത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല ഇത്. വായിച്ചപ്പോ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. വായിച്ചിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെയാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ ആരും? ഇത് പറ്റി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഉറക്കത്തിലാണ് എല്ലാവരും. കുഴപ്പമില്ല, ഓക്കെ, കുഴപ്പമില്ല. ഇച്ചിരി ബോറിങ്ങും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. പഠിക്കാതെ നമുക്ക് വേറെ ഒരു രക്ഷയില്ല, അല്ലെ? എന്തായാലും എക്സാമിന് വേണ്ടി പഠിക്കണം. അങ്ങോട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ സ്കിപ്പ് ചെയ്ത് വിടാനും പറ്റില്ല, അല്ലെ? വായിക്കാം, നന്നായിട്ട് എഫേർട്ട് എടുത്ത് വായിക്കാം കേട്ടോ. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുവരെ പ്രീവിയസ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. ഈ ഗൈഡ് ബുക്കിന്റെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കാം, എന്നിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ജസ്റ്റ് എണ്ണം, എത്ര എണ്ണമാണ് ഓരോ കാറ്റഗറിയിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങളിപ്പോ ഒന്ന് വായിച്ചെന്ന് മനസ്സിലാക്കാം കേട്ടോ, എന്നിട്ട് ബാക്കി നമുക്ക് നോട്ട് ചെയ്യാം. പത്തെണ്ണം വായിക്കുമ്പോൾ ആ എക്സ്പാൻഡഡ് ഫോം ഒരു മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും നിങ്ങളിപ്പോ വായിക്കുമ്പോൾ തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും ഇപ്പൊ വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കുക. അപ്പൊ ആ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനെയൊക്കെ ശ്രമിക്കുക കേട്ടോ. വായിക്കുമ്പോൾ തന്നെ മാക്സിമം പഠിച്ച് ചില പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ തന്നെ പെട്ടെന്ന് എളുപ്പം പഠിക്കാവുന്ന രീതിയിലൊക്കെ നോക്കാം. പഠനമൊക്കെ തുടങ്ങി എല്ലാവരും പഠിച്ചു തുടങ്ങാട്ടോ. എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കണ്ട, ഒപ്പം പഠിച്ചു പോവുക. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എടുത്തത്രയും?
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കിയപ്പോ ഡോക്യുമെന്റേഷൻസിന്റെ കാര്യമാണ് നമ്മൾ പറയണത്. അതിൽ ഒന്നാമത്തത് മാനുവല്, സെക്കൻഡ് വൺ കമ്മിറ്റികൾ. മൂന്നാമതായിട്ട് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. 32 നാബിന്റെ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്തിട്ടല്ലേ? ആണോ? മിസ് എടുത്തതാണോ 32 ഇൻഡിക്കേറ്റേഴ്സ്? ഓർമ്മയുണ്ടോ? എന്നിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ? മിസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർക്കണുണ്ടോ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് സുഖമായിട്ട് പഠിക്കാം അല്ലെ? ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഒരു വട്ടം, എങ്കിലും ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എ പറയുന്നത് ടൈം ടു ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ? അതായത് ഇൻഡോർ പേഷ്യൻസിന് എടുക്കുന്ന ടൈമുകൾ. സെക്കൻഡ് വൺ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിന് ചെയ്യാൻ എടുക്കുന്ന സമയം. ദെൻ സി ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പറയുന്നത്? അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോ അങ്ങനെ മീൻസ് ബെഡിൽ കിടക്കുന്ന കിടപ്പ് രോഗികള്, ഇവരങ്ങനെ ഒത്തിരി കിടന്നു കഴിയുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെ വരുന്ന സംഭവങ്ങൾ. അതായത് ഇപ്പോ മീൻസ് അവരുടെ സ്കിന്നൊക്കെ വളരെ ഇതായിരിക്കും അല്ലെ? അപ്പൊ സ്കിന്നൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഈ കിടപ്പ് രോഗികൾക്കൊക്കെ വാട്ടർ ബെഡ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ വാട്ടർ ബെഡ്? മറ്റേതൊക്കെ ഭയങ്കര അവരുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, തൊലിയൊക്കെ പോകുന്ന ഒരവസ്ഥയൊക്കെ വരും. കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ആരെങ്കിലും കുരുമ്പ് വയ്യാണ്ട് ഒത്തിരി നാളൊക്കെ കിടക്കുമ്പോ അങ്ങനെ മീൻസ് അവരുടെ സ്കിന്നിന് ഒട്ടും തന്നെ എന്താ പറയാ, സ്കിന്നിന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ സ്കിന്നിന് പൊട്ടാൻ ചാൻസ് ഉണ്ട് ചൂടൊക്കെ കൂടുമ്പോഴും ഈ ബെഡ് മീൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ വാട്ടർ ബെഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസുകളാണ് കേട്ടോ, ഇൻസിഡൻസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ദെൻ ഡി പറയുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 അന്വേഷണങ്ങളിൽ നിന്ന് വരുന്ന പിശകുകൾ എത്രത്തോളം അതിൽ വരുന്നുണ്ടെന്ന്. ദെൻ ഇ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്, മോക്ക് ഡ്രില്ലിൽ വരുന്ന വ്യതിയാനങ്ങൾ. Then F percentage of adherence to safety precautions by staff working in diagnostic. ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ലാബിലും മറ്റുമൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാഫ് അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ടോ? അതായത് PPE ഒക്കെ ധരിക്കില്ലേ, അതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അത് എത്രത്തോളം ചെയ്യുന്നുണ്ട്. Then G percentage of medication chart with error prone abbreviation. അല്ലെ? അബ്രിവിയേഷൻസിൽ വരുന്ന എററുകൾ, എന്തെങ്കിലുമൊക്കെ എററുകളൊക്കെ സംഭവിക്കാറുണ്ടോന്ന്. അതായത് നമ്മൾ അബ്രിവിയേഷൻസ് പഠിച്ചില്ലേ? ടെർമിനോളജി ഓർമ്മയുണ്ടോ? അബ്രിവിയേഷൻസ് പഠിച്ചത് ഇതൊക്കെ കഴിഞ്ഞ എക്സാമിൽ കഴിഞ്ഞു അല്ലെ? അങ്ങനെയാണോ? അബ്രിവിയേഷൻസ് ഓർക്കുന്നുണ്ടോ? ഒത്തിരി അബ്രിവിയേഷൻസ് നമ്മൾ പഠിച്ചോ ടെർമിനോളജിയില്? നിങ്ങൾ പഠിച്ചല്ലേ ടെർമിനോളജി? പഠിച്ചതാണോ? ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന അബ്രിവിയേഷൻസ് പഠിച്ചു അല്ലെ? അപ്പോ അതിൽ വരുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ടോ? Then percentage inpatient developing unfavorable drug reaction അല്ലെ? പേഷ്യൻസ് മരുന്നുകളുടെ എന്തെങ്കിലും റിയാക്ഷൻസുകൾ. Percentage of unplanned return to OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള യാദൃശ്ചികമായിട്ടുള്ള അഡ്മിഷൻസുകൾ. Percentage of near misses. എന്ത് നിയർ മിസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയർ മിസ്സസ് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നിയർ മിസ്സസ് ഒരു ഓർമ്മയില്ല. നിയർ മിസ്സസ് എന്ന് വെച്ചാൽ എന്താ? ആർക്കും ഓർമ്മയില്ല ഈ പോയിന്റ്? എല്ലാരും മറന്നു അല്ല? ഒരു ക്ലാസ് കേട്ടത് മാത്രമേ ഉള്ളൂ. നമ്മളെ എപ്പോഴും മലയാളത്തില് നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുള്ളൊരു സെന്റൻസ് ആണ് ഈ നിയർ മിസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒന്ന് ഗസ് ചെയ്യാമോ ആർക്കെങ്കിലും? നിയർ മിസ്സസ് ഒരു ഐഡിയ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നിയർ മിസ്സസ് നമ്മൾ മലയാളത്തില് എപ്പോഴും എന്തെങ്കിലും കാര്യം ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാറില്ലേ? പറയാറുണ്ടോ? അതായത് നമ്മള് പ്രോപ്പർ മലയാളത്തിൽ പറയണെങ്കിലേ തള്ളനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അതാണ് ഈ നിയർ മിസ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തലനാരിഴയ്ക്ക്, അതായത് ഒരു അപകടം സംഭവിക്കാതെ എന്തോ ഒരു അത്ഭുത പ്രവർത്തി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പൊ ഒരു നമ്മള് ഫാർമസി ചെന്നു,
അപ്പോ ഫാർമസിസ്റ്റ് മെഡിസിൻ കൊടുത്തു പേഷ്യന്റിനുള്ള മെഡിസിൻ ഒക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ദെൻ ഒന്നും കൂടി ക്രോസ് സെക്ഷനിൽ നോക്കുമ്പോഴാണ് ഒരു മരുന്ന് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകാം മെഡിസിൻ അല്ലെ. അപ്പൊ അത് നോക്കിയത് കൊണ്ട് കണ്ടു, മീൻസ് രണ്ടാമത് ഒന്നും കൂടി ചെക്ക് ചെയ്യാനായിട്ടേ ആ മെഡിസിൻ ഒക്കെ തന്നെയാണോ എടുത്തേക്കുന്നത് ഒന്നും കൂടി ഒന്ന് ഫാർമസിസ്റ്റ് നോക്കിയപ്പോ എന്താണ്, ഒരു മെഡിസിന് മാറ്റമുണ്ട്, മാറിപ്പോയി എടുത്തു കൊടുത്തത്. അത് ചിലപ്പോ വേറെ ഏതെങ്കിലും ഡോസ് കൂടിയ മെഡിസിൻ ആയിരിക്കും മാറി വെച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുത്താൽ പേഷ്യന്റിന്റെ അവസ്ഥ എന്താകും? പേഷ്യന്റ് ചിലപ്പോ അത് നോക്കില്ല, ഇത് തന്നതല്ലേ, ആ ഒരു വിശ്വാസത്തോടു കൂടി കഴിച്ച് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കും. സോ ആ ഒരു ക്രോസ് സെക്ഷൻ ഒന്നും കൂടി ജസ്റ്റ് നോക്കിയത് കാരണം ആളും കണ്ടു ഇങ്ങനെ മാറിപ്പോയെന്ന്. അപ്പൊ തന്നെ എന്ത് ചെയ്യും, മരുന്ന് മാറ്റി കൊടുത്തു. അതാണ് നിയർ മിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? മീൻസ് ജസ്റ്റ് മിസ് ആണ്, നമ്മൾ നോക്കിയത് കൊണ്ട് കണ്ടു, അല്ലെങ്കിൽ കാണില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം പേഷ്യൻസിന് അല്ലെ. ഇതാണ് നിയർ മിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഏകദേശം മനസ്സിലായോ എന്താണ് നിയർ മിസ് എന്ന്? ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ എന്താണ് റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, ക്ലാസ്സിൽ ഇല്ല ആരും. നിയർ മിസ് ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? എങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോ പെർസെന്റേജ് ഓഫ് നിയർ മിസ് തമ്പിടുന്നുണ്ട്. ഓക്കെ, തമ്പ് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് മീൻസ് നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തത് കൊണ്ടാണോ നിങ്ങൾ അത് റിയാക്ട് ചെയ്യാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചാപ്റ്ററുമാണല്ലോ, അപ്പൊ അത്യാവശ്യം നല്ല ഉറക്കത്തിലും ബോറിങ്ങിലൊക്കെ ആയിരിക്കും കുറച്ച് പേരെങ്കിലും ഇരിക്കണേന്ന് എനിക്കറിയാം. ഓക്കെ, കുഴപ്പമില്ല, ക്ലാസ് കേൾക്കാം, അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, then percentage of medical records having imperfect or improper consent. മെഡിക്കൽ റെക്കോർഡുകളൊന്നും എന്താ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത്, പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡുകളും അതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് ഇരിക്കാത്തത്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് അല്ലെ, പെർസെന്റേജ് ഓഫ് നമുക്കിരുന്നു. ഓക്കെ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ദെൻ ട്രാൻസ്ഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മീൻസ് എന്തെങ്കിലും അപര്യാപ്തത പോരായ്മകളല്ല. ദെൻ മെഡിക്കേഷൻസ്, സോറി എം ആണ് കിടന്നത്. പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് സ്യൂട്ടബിൾ പ്രോഫിലാക്ടിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. അതായത് ആന്റിബയോട്ടിക്സിനെയാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ആന്റിബയോട്ടിക്സ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ടോന്ന് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ. ഒരു പേഷ്യന്റ് വന്നു, ചിലപ്പോൾ ഒരു നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഓരോ പേഷ്യൻസിന് കൃത്യമായിട്ടും ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കേസസുകളൊക്കെ. ദെൻ percentage of surgeries where the organization procedure to prevent hostile events like wrong site, wrong patient, wrong surgery have been adhered to. അതായത് നമുക്കറിയാം റോങ് ആയിട്ടുള്ള സർജറികളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പേഷ്യൻസ് എന്നിവ പോലുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരു സർജറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനെ പരിഹരിക്കാനായിട്ട് പാലിക്കുന്നുണ്ടോന്ന് ഹോസ്പിറ്റല്, അതിനെതിരെ കാര്യങ്ങൾ നടപ്പിലാക്കാറുണ്ടോ. ഇത് മെഡിക്കേഷൻ എറർ റേറ്റ്, മെഡിസിൻസിൽ നിന്ന് വരുന്ന എററുകൾ. ദെൻ നെക്സ്റ്റ് വൺ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മറ്റും പേഷ്യൻസുകൾക്ക് ഇൻഫെക്ഷൻസ് വരാറുണ്ടോന്ന്. ഇതെല്ലാം നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാം ഇങ്ങനെയുള്ള എല്ലാ മൂല്യനിർണ്ണയങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത്. ചുമ്മാ വെറുതെ അംഗീകാരം കൊടുക്കില്ല. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ICUലെ ഒരു മീൻസ് മരണനിരക്ക്, അവിടെ ICUയിൽ വെച്ചൊക്കെ മരണം സംഭവിക്കാറുണ്ട് പേഷ്യൻസിനൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മരണനിരക്കുകൾ. ഓക്കെ, ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്യൂ വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, ക്യൂ വരെ അത്രയും ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ആ പോയിന്റ്സുകള്. ഒരുപാട് ഞാൻ ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ബോറല്ലേ. അപ്പൊ ഒന്ന് വായിക്കുക, അത്രയും ഒന്ന് വായിച്ച് ക്ലിയർ ആക്കാം, എന്നിട്ട് അടുത്ത പെർഫോമൻസുകൾ പറയാം. ഓക്കെ, ക്യൂ വരെയാണ് നമ്മൾ പറഞ്ഞത്. മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അത് വരെ ഒന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും മീൻസ് ആ പോയിന്റ് മാത്രം നമുക്ക് മനസ്സിലാക്കാനുള്ളൂ.
നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവുമല്ലോ. കുറച്ചായോ എടുത്തിട്ട്? അധികമായോ ക്ലാസ് കഴിഞ്ഞിട്ട്? ഈ അടുത്താണോ ഈ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക്? കഴിഞ്ഞു. ഓക്കെ. അല്ല, കഴിഞ്ഞിട്ട് കുറച്ചായോ എന്ന് ചോദിച്ചതാ. മീൻസ് ഒരു 1-2 ആഴ്ചകൾക്ക് മുന്നൊക്കെയാണോ എടുത്തത്? അങ്ങനെയെങ്കിലും ഓർമ്മ ഉണ്ടാവുമല്ലോ, അതാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഓർമ്മ കാണുമല്ലോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ക്യൂ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ. സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് 6 പറയുന്നത് റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതായത് നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ അത്യാഹിത വിഭാഗത്തിലോട്ട് വരുന്ന കംപ്ലൈൻസുകളും കാര്യങ്ങളും. Then catheter related urinary tract infection rate. കത്തീറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസിന്റെ റേറ്റുകൾ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കത്തീറ്റർ അറിയാലോ, കത്തീറ്റർ ട്യൂബ് അല്ലെ? നമ്മൾ യൂറിനറി ട്യൂബ് ഒക്കെ ഇടും. മീൻസ് രോഗികൾക്കൊക്കെ നമ്മള് മീൻസ് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും? യൂറിനറി ട്യൂബ്, യൂറിൻ ട്യൂബ് ഒക്കെ ഇടും അല്ലെ? അങ്ങനെയുള്ളതാണ് കത്തീറ്റർ. ആ ചെറിയൊരു ട്യൂബിനെയാണ് കത്തീറ്റർ എന്ന് വിളിക്കുന്നത്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററിൽ വരുന്ന ന്യൂമോണിയയുടെ റേറ്റുകൾ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സിറം ഇൻഫെക്ഷൻസ്. ബ്ലഡ് സിറം ഇൻഫെക്ഷൻസ് എത്രത്തോളം വരുന്നുണ്ടെന്ന്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ മീൻസ് ശുചിത്വത്തിന്റെ കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. സർജറീസ് റീഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ പെർസെന്റേജുകൾ. Then turnaround time for issues of blood and components. Turnaround means എന്താ? രക്തത്തിന്റെയും ഘടകങ്ങളും മീൻസ് സാമ്പിൾ ഒക്കെ പരിശോധിക്കുന്ന ഒരു ടൈമും കാര്യങ്ങളും. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICUയിലും വാർഡിലുമുള്ള നഴ്സിന്റെയും പിന്നെ എന്താണ് പേഷ്യൻസിന്റെയും റേഷ്യോകൾ. Then waiting time for outpatient and consultation. കൺസൾട്ടേഷനും ഔട്ട് പേഷ്യന്റിനുമായിട്ടുള്ള വെയിറ്റിംഗ് ടൈം. ദെൻ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ടെസ്റ്റുകളുടെ ഒക്കെ വെയിറ്റിംഗ് ടൈം. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. അടിയന്തര മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് ഡീറ്റെയിൽസുകൾ. പിന്നെ എന്താ? പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യൻസിന്റെ ഫോൾ എന്ന് വെച്ചാൽ വീഴുക, മീൻസ് പേഷ്യൻസിന്റെ കുറവില്ലേ അതിന്റെ ഒരു നിരക്ക്. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽസുമായിട്ടൊക്കെ ഉള്ള ഇഞ്ചുറീസ്. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ചസ്. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഷിഫ്റ്റിങ്ങുകൾ, ടൈമുകൾ, ചേഞ്ചസ് ഉള്ള ടൈമുകളൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് 32 എലമെന്റ്സ്. കീ പെർഫോമൻസ് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. കംപ്ലയൻസ് റേറ്റ് ഓഫ് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. നമ്മള് മരുന്നുകളുടെ ആ പ്രിസ്ക്രിപ്ഷൻസിൽ വരുന്ന എന്തെങ്കിലും പോരായ്മകൾ. ഓക്കെ, ഇത്രയുമാണ് 32 കീ പെർഫോമൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒന്ന് ഏകദേശം അത്യാവശ്യം ഒരു മനസ്സിലാക്കി വെക്കാം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? എങ്കിലും അത്യാവശ്യം ഒന്ന് ഓപ്ഷൻ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ,
അത് ഇത്രയും വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ടമെങ്കിലും വായിക്കാതെ അങ്ങോട്ട് വിട്ട് കളയരുത്. ഓക്കെ, നമ്മളുടെ ഒരു സ്വാഭാവികമാണത് അല്ലെ. നമുക്ക് ഇച്ചിരി വലുതായിട്ട് കാണുമ്പോൾ അയ്യോ അത് ഇങ്ങനെ പഠിക്കാനാണ്, അത് വേണ്ട, അത് സ്കിപ്പ് ചെയ്തേക്കാം, അടുത്തത് നോക്കാതെ നമ്മൾ വിചാരിക്കും. അങ്ങനെയാണത് അല്ലെ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ എല്ലാവരും വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ചെയ്തെങ്കിലും എഴുതാൻ പറ്റും ഇല്ലേ. ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ വെറുതെ കറക്കി കുത്താൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം എന്താണ് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഓർമ്മ കിട്ടും. ഒരു പ്രാവശ്യം വായിക്കണം, ഇതിനു വേണ്ടിയിട്ടാണ്. സ്കിപ്പ് ചെയ്യരുത്, ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റുകൾ ഒന്ന് ബാക്കി കീ പെർഫോമൻസ് ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. ക്യൂ വരെയില്ലേ നമ്മൾ നേരത്തെ വായിച്ചത്, 6 തുടങ്ങി ലാസ്റ്റ് 1 വരെ ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ ടോട്ടല് 32 കീ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ്. അപ്പൊ അതില് ഒന്നാമത്തത് മാനുവൽ ആണ്. 3 മാനുവൽ പറഞ്ഞു, ക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ദെൻ കമ്മിറ്റീസ്, മൂന്നാമതായിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് നാലാമതായിട്ട് നോക്കാം. ഇതെല്ലാം ഡോക്യുമെന്റേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നാലാമത് signage bilingual that include patient right and responsibility അല്ലെ. പേഷ്യൻസിന്റെ രോഗിയുടെ എന്താ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും അല്ലെ, ഒരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും. സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. എന്ത് ഇമ്മ്യൂണൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്താ മലയാളത്തില് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ കേട്ടിട്ടില്ല ആരും? കുത്തിവയ്പ്പ് കേട്ടിട്ടുണ്ടോ? കോവിഡ് ഒക്കെ വന്നപ്പോ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ബൂസ്റ്റർ ഡോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടോ? അല്ലെ, നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കും അല്ലെ, ഇമ്മ്യൂണൈസേഷൻ. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ, പ്രതിരോധ കുത്തിവയ്പ്പ്. ഓക്കെ, then hospital wide internal audit to be managed once in 6 months. 6 മാസം കൂടുമ്പോ അതിന്റെ ഓഡിറ്റുകളും കാര്യങ്ങളും ചെയ്യണമെന്ന്. The quality improvement projects in a year. വർഷത്തില് ഓരോ വർഷത്തിലും എന്താണ് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ ചെയ്യണം. Then incident report management, which consists of identification, reporting, reviewing action on incidents. ഓരോ സംഭവങ്ങളുടെയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇൻസിഡന്റ് റിപ്പോർട്ടിൽ നമ്മൾ ചെയ്യണം. മീൻസ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. This could consist of a near miss, sentinel event, adverse events, etc. അല്ലെ, അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിയർ മിസ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തലനാരിലേക്ക് രക്ഷപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാകും, അങ്ങനെയുള്ള നിയർ മിസ്സസ്. അതുപോലെ തന്നെ സെന്റിനൽ ഇവന്റ്സ്. എന്ത് സെന്റിനൽ ഇവന്റ്സ് ഉദ്ദേശിക്കുന്നത്? സെന്റിനൽ ഇവന്റ്സ് എന്താണെന്ന് അറിയാമോ? ആ പേരോടൊപ്പം തന്നെയുണ്ട് ഒരു സെന്റിമെന്റൽ എന്ന് പറയും. എന്ത് സെന്റിനൽ ഇവന്റ്സ്? നിങ്ങൾ ഐഡിയ ഉണ്ടോ? സെന്റിനൽ ഇവന്റ്സ് ഐഡിയ ഇല്ല. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ
എന്താണ് ഒരു രോഗിക്ക് ചിലപ്പോ ഒരു വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻസ് ആയിരിക്കാം. അപ്പോ മേ ബി ആൾക്ക് ഓൾറെഡി ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു അടുത്ത ടൈമിൽ ചിലപ്പോ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുക, പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. ആ സമയത്ത് ചിലപ്പോൾ ആൾ മരണപ്പെടാൻ പോലും ചാൻസ് ഉണ്ട്. അത്തരത്തിലൊരു സിറ്റുവേഷൻ, ഇതിനാണ് സെന്റിനൽ ഇവന്റ്സ്. ചിലപ്പോൾ ആൾക്ക് മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ കുറച്ച് അതോടൊപ്പം വരുന്ന ഒരു എന്താ പറയാ മരണത്തോടൊപ്പമുള്ള പെട്ടെന്ന് തന്നെ ഐസിയിലോട്ടോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലോട്ടോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഓക്കെ, അതിനാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഒരു വഷളാവുക എന്നൊക്കെ പറയില്ലേ, അസുഖം പെട്ടെന്ന് വഷളായിട്ട് ആളെ നമ്മൾ ഐസിയുലേക്കോ അല്ലെങ്കിൽ മറ്റ് വെന്റിലേറ്ററിലേക്കോ എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, ചിലപ്പോൾ ആൾ മരണം വരെ സംഭവിക്കാം. ആ ഒരു സിറ്റുവേഷനാണ് സെന്റിനൽ ഇവന്റ്. ഓക്കെ, അഡ്വേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റേ എമർജൻസി കേസുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഒപ്പം തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതായത് ഡോക്യുമെന്റേഷൻസിൽ വരുന്നതാണ് ഈ 4 തുടങ്ങി 10 വരെ 6 പോയിന്റുകളും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതും കൂടി വായിച്ച ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. 6 പോയിന്റ് 4, 5 അത് തുടങ്ങി 10 വരെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മറ്റൊരു രീതിയിൽ എന്ത് വിളിക്കാം? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. Quality refers to the degree of adherence to pre-established criteria or standards. Quality എന്ന് പറയുന്നത് quality refers to, അണ്ടർലൈൻ ചെയ്യാട്ടോ quality എന്താണെന്ന്. Quality refers to the degree of adherence to pre-established criteria or standards. അല്ലെ, അതായത് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ കുറച്ച് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ടോ ആ ഒരു അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ, മുൻകൂട്ടി നമ്മൾ കുറെ മാനദണ്ഡങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ട് അതിന്റെ ഒരു അളവിനെയാണ് ക്വാളിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം, ഒന്നുകൂടി നോക്കാം കേട്ടോ. ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു അളവ് ഓഫ് അദറൻസ്, പാലിക്കുന്നുണ്ടോ, ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്, മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അത് അനുസരിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. Then indicators a statistical measure of the performance of function. അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ ആ ഒരു ഫംഗ്ഷനെ എത്രത്തോളം മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ ഒരു സിസ്റ്റം ആകാം, ഒരു പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് എ ടൈം, ഒരു പീരീഡ് ഓഫ് എ ടൈമിലാണ് നമ്മൾ ഈ മാനദണ്ഡങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അല്ലെ, എല്ലാ ദിവസവും മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാലോ, അത് ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ അത് നമ്മൾ അദറൻസ് ചെയ്യുന്നു, പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഒരേ പീരീഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ കീ പെർഫോമൻസ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു മുൻകൂട്ടി പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ആണ്, മുൻകൂട്ടി നിർമ്മിച്ചിരിക്കുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം.
അപ്പോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്ന മാനദണ്ഡങ്ങള്, ദെൻ ICU ആൻഡ് എമർജൻസി, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഓരോ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് അതിലുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് മാത്രം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ, മാനദണ്ഡങ്ങളായി ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് അല്ലെ, അതായത് ഇൻപേഷ്യന്റ് രോഗികളുടെ വിലയിരുത്തലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ടൈമുകൾ. KPD കീ പെർഫോമൻസ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം കേട്ടോ. കീ പെർഫോമൻസ് തന്നെയായിരിക്കും കേട്ടോ. ടെക്സ്റ്റിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. മറ്റെന്തെങ്കിലും അതിനെ പറയുന്നുണ്ടോ? കീ പെർഫോമൻസ് തന്നെയായിരിക്കും കേട്ടോ. ദെൻ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് പറയുന്നത്. ആദ്യം ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ്. നമ്മള് എന്താണ് ഇൻപേഷ്യന്റില് രോഗികളുടെ പ്രാഥമിക വിലയിരുത്തലിനുള്ള സമയം. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ. സെക്കൻഡ് വൺ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. അതായത് നഴ്സിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകളുടെ ശതമാനം എത്രത്തോളം ഉണ്ടെന്ന് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, മരുന്നുകളുടെ മെഡിസിൻസിലുള്ള എററുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആ പോയിന്റ് അല്ലെ. Then നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. സെന്റിനൽ ഇവന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിപ്പോർട്ട് എത്രത്തോളം സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. Gathered and examined with the defined time in frame. A sentinel event is defined as, underline ചെയ്യാട്ടോ, a sentinel event is defined as any anticipated event in a injury to a patient or hospital, patient or patients not connected with the natural cause of the patient illness. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പെട്ടെന്ന് വരുന്നൊരു ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ PDF അങ്ങനെ തന്നെയാണോ? 4 കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് പോയിന്റ് ആണ്, പക്ഷെ അത് ഈ 4ാമത്തെ പോയിന്റിന്റെ ഒപ്പമായി പോയി എന്നുള്ളൂ. അത് ശ്രദ്ധിക്കാട്ടോ വായിക്കുമ്പോ. Percentage of near miss കേസുകളുടെ percentage. Then near miss might have happened but not happened അല്ലെ. അതായത് നിയർ മിസ് കേസുകൾ എപ്പോഴൊക്കെയാണ് സംഭവം? നിയർ മിസ് കേസസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്? might have happened but not happened അല്ലെ, സംഭവിച്ചില്ല, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. Then 6th one, proper handover during shift change. ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും ഷിഫ്റ്റിംഗ് ടൈമുകൾ. ഇൻസിഡൻസ് പേഷ്യൻസ് ഐഡന്റിഫിക്കേഷൻ എറർ. പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയലുകളിൽ വരുന്ന പിശകുകൾ. അതായത് ചിലപ്പോ പേഷ്യൻസിന്റെ അഡ്രസ്സും ഡീറ്റെയിൽ ഒക്കെ ഐഡന്റിഫിക്കേഷൻ എഴുതില്ലേ, അതിൽ വരുന്ന എന്തെങ്കിലും പോരായ്മകൾ, എററുകൾ. അദറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, ശുചിത്വമൊക്കെ പാലിക്കുന്നുണ്ടോ? Then 9th one, nurse patient ratio for ICU and wards. നമ്മൾ ഓൾറെഡി കീ പെർഫോമൻസിൽ പറഞ്ഞതാണ്. അപ്പോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവരുമായിട്ട് റിലേറ്റഡ് പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ 9 പോയിന്റ് പറഞ്ഞത്. ഇത് ഓൾറെഡി കീ പെർഫോമൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളാണ് അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അപ്പോൾ ഇത്രയുമാണ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഇനി നിങ്ങളൊന്നേ നമ്മൾ നേരത്തെ ഓൾറെഡി ആ ഗൈഡ് ലൈനിന്റെ കാര്യം പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പറ്റണോ? നമ്പർ മാത്രം ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ നോട്ട് ചെയ്യണോ? അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലായിക്കോളോ? കുഴപ്പമുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, വോയിസ് പ്രശ്നമുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? മറ്റ് ഡിസ്റ്റർബ്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ PDF തന്നെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ,
ഒരു സൈഡിൽ നമ്പർ എഴുതാ, then ഹൈഫൻ ഇട്ടിട്ട് എത്ര കോർ ഇതാണ് വരുന്നതെന്ന് അത്ര എഴുതിയാൽ മതി. മാക്സിമം ഷോർട്ട് ആക്കി എഴുതാ. 651 ആദ്യത്തെ 651 ഹൈഫൻ ഇടാ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. Then 102 102 എഴുതാം. ഹൈഫൻ ഇടാം. കോർ കാറ്റഗറി 102 കോർ കാറ്റഗറി. അടുത്തത് 459 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. Then 60 achievement category. 60 achievement category. Then last 30 excellence category. Last 10 chapters കൂടി include ചെയ്തേക്ക് കേട്ടോ. 10 chapters. 100 standards അതും കൂടി include ചെയ്യണേ. 100 എന്ന് എഴുതാ. standards. ലാസ്റ്റ് വൺ ആണോ? ടോട്ടൽ ആയിട്ട് ഫസ്റ്റ് തുടങ്ങി പറയണോ? ഫസ്റ്റ് തുടങ്ങിയാണോ ഉദ്ദേശിച്ചത്? ലാസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഇൻക്ലൂഡ് 60 എഴുതിയോ? 60 achievement category. Then 30 excellence category. Then 10 chapters 10 ചാപ്റ്ററുകൾ. 100 standards. ഓക്കെ, എഴുതിയതൊന്ന് വായിച്ചു നോക്കിയേ. പെട്ടെന്ന് വായിക്കാം കേട്ടോ. എഴുതിയതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. നിങ്ങൾക്ക് ഇനി ഇത് ഇങ്ങനെ ടോട്ടലി വായിക്കുമ്പോൾ ഒരു ക്ലിക്ക് ആയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു നോട്ട് വായിച്ചാൽ മതി. ജസ്റ്റ് എത്ര നമ്പറുകൾ ഉണ്ടെന്നൊന്ന് അടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ചിലപ്പോ ഏതെങ്കിലും സന്ദർഭത്തിൽ ചോദിച്ചാലോ നമുക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിലും പ്രതീക്ഷിക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ എഴുതി തന്നത് കേട്ടോ. വായിച്ചിട്ട് ക്ലിയർ ആണോ? കുറച്ചുകൂടി എളുപ്പമായില്ലേ? നിങ്ങൾക്ക് പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ വായിച്ചു നോക്കിയാൽ മതി. നമ്പറുകൾ എത്ര കാറ്റഗറി വരുന്നുണ്ടെന്നൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിച്ചോളൂ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമുക്ക് എന്തായാലും പഠിച്ചു വെക്കാം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാലോ. ഓക്കെ, അപ്പൊ നമ്മള് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സില് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെക്ഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ദെൻ ICUല് എന്തൊക്കെ വരും എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. എളുപ്പമാണ്, ജസ്റ്റ് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ഒത്തിരി എക്സ്പാൻഡഡ് ഫോമുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്ര എടുക്കണുള്ളൂ. ഇത്രയും മതിയല്ലോ, അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. എടുത്ത അത്രയും ക്ലിയർ ആണോ? ഈ ഒരു രീതിയിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം മറ്റേ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ റിലേറ്റ് ചെയ്തൊക്കെ പറയാം അല്ലെ. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വേറൊരു മറ്റൊന്നിനോട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, അത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അത് അതുപോലെ തന്നെ നമുക്കത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മനസ്സിലാവണുണ്ടോ?
കുറച്ച് വായിക്കാനുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇനിയും എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട, അതനുസരിച്ച് പഠിച്ചു പോവുക. എടുക്കുന്നതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ദെൻ അറ്റ് ലാസ്റ്റ് ടൈമിന് വേണ്ടി ഓരോ ചില ചാപ്റ്ററുകളൊക്കെ ഇത്തിരി ലെങ്തി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.